എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റീയൂസ് ഐഡിയ ആയിട്ടാണ്. പഴയ ചീർപ്പ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടും. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇനി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ കുറച്ച് ചീർപ്പുകൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ചിലതൊക്കെ കേടായിട്ടുണ്ട്, ചിലതൊന്നും കേടായിട്ടില്ല. നമ്മൾ ആദ്യമൊക്കെ യൂസ് ചെയ്തിരുന്ന ചീർപ്പുകളാണ് ഈ ഒരു മോഡലൊക്കെ. പിന്നെ ഇപ്പോൾ ഒക്കെ കുറച്ചും കൂടിയും പല്ലകലം കൂടിയതും അതുപോലെ ബ്രഷൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുന്ന ഒരു 3-4 ചീർപ്പാണ് ഞാൻ ഇന്ന് ഈ ഒരു ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കൂ കേട്ടോ. ആദ്യം നമുക്ക് ഇതിൽ നിന്ന് ഒരു 4 ചീർപ്പ് ഞാൻ എടുക്കുന്നുണ്ട്. ഏകദേശം ഒരേപോലുള്ള ഒരു 4 ചീർപ്പാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു പിടിയുടെ ഭാഗം ഒന്ന് കത്തി ചൂടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നീളത്തിലുള്ള ചീർപ്പാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യം വരില്ല. ഇതിപ്പോൾ ഈ ഒരു മോഡലായതുകൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഞാൻ ഗ്യാസിൽ കത്തി ചൂടാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത്. നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള ഒരു ചതുരം ഈ കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുക്കണം. ഒരു 2 ചതുരത്തിലുള്ള പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം, ഒരു കനത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് പരസ്പരം ഒന്ന് ഒട്ടിക്കണം. ഇപ്പോൾ നമ്മൾ ചീർപ്പ് 4 സൈഡിൽ ഒട്ടിച്ച് വെച്ചു. ഇനി ഇതുപോലത്തെ ഒരു ലേസ് വെച്ചിട്ട് ഞാനൊരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ കോർത്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പല്ല് പോയിട്ടുള്ള ചീർപ്പൊക്കെ ആണെങ്കിൽ അത് അറിയില്ല. ഒന്ന് ഞാൻ ചെയ്യുന്ന പോലെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് അതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടേബിളിലൊക്കെ സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ചീർപ്പാണെന്ന് ആരും അറിയില്ല. നമുക്കിങ്ങനെ ചീർപ്പായതുകൊണ്ടാണ് ഇങ്ങനെ ലൈസ് അതിൻ്റെ ഇടയക്കോടെ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടൊരു ബാസ്ക്കറ്റ് പോലെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ കുറച്ച് കേടായ ചീർപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്യാം. പിന്നെ നീളത്തിലുള്ള ചീർപ്പാണെങ്കിൽ കുറച്ച് വലിയൊരു ബാസ്ക്കറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഐഡിയ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോനൊരു ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക.
പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ തുരുമ്പ് പിടിച്ചിട്ടുള്ള ആണിയൊക്കെ വെച്ചിട്ടൊരു റീയൂസ് ഐഡിയ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരെല്ലാവരും കണ്ടു നോക്കുക. ഇനി അപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട്, ഒരു പുതിയ ഐഡിയ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.